അൺഫെയർ എവിക്ഷൻ ആണെന്നാണ് കംപ്ലീറ്റ് ഒരു ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരും തന്നെ ആര്യന് വേണ്ടിയിട്ട്. കാരണം ചിലര് പുറത്തായി, പക്ഷെ ആര്യന്റെ സംബന്ധിച്ച് ഒരു ആക്ടിവിറ്റി, കാറിന്റെ ആക്ടിവിറ്റി ആയാലും ലാസ്റ്റ് ഇറങ്ങിയത് അത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ ബിഗ് ബോസ് പുറത്താക്കി. അതിനോട് എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആര്യൻ ഔട്ട് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഹി വാസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്. ആൻഡ് ഇപ്പോൾ ആക്ടിവിറ്റി മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീങ് ഇപ്പോൾ നമ്മളിപ്പോൾ വീക്കെൻഡ് സ്പെഷ്യൽ ലൈവ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ആര്യൻ അധികം ചീത്ത കേട്ടിട്ടില്ല. കാരണം അവൻ അധികം പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആരും വിചാരിക്കുന്നില്ല അവൻ ഔട്ട് ആവുന്നു. സാധാരണ ലൈക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോ ലൈക്ക് എല്ലാവർക്കും ദേഷ്യമുള്ള ആൾക്കാർ, ഇൻഫാക്ട് ആ വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും ആരെ സേഫ് ആക്കണം നല്ലത് പറയുന്നത് ആര്യനെ കുറിച്ചുള്ള കുറച്ചും കൂടുതൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ആര്യൻ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് സംതിങ് വെരി അൺബിലീവബിൾ. ഇതിന്റെ ഇടയിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. കാരണം വെച്ചാൽ ആര്യൻ വെച്ചാൽ അത്രയും നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം വെച്ചാൽ ഏതൊരു പ്ലെയറിനോടും അത്രത്തോളം എന്താ പറയാ, പ്ലേ ചെയ്യുമ്പോഴായാലും അതെ ഹെൽപ്പ് ചെയ്യുന്നതിനായാലും എന്നാൽ അവിടെ കോണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലും കൊടുക്കുന്ന ഒരാൾക്കാരാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എവിക്ഷൻ ആയിക്കോട്ടെ. പക്ഷേ ഇതിന്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ PR വർക്കിന്റെ ബലത്തിൽ ഒരുപാട് കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിന്റെ PR വർക്ക് ഇതിനെതിരെ സംസാരിക്കുന്നത്? ഞാൻ ഏത് കണ്ടസ്റ്റന്റ് PR ആണ് നമുക്കെതിരെ കളിച്ചിരിക്കുന്നത് എന്നുള്ള ഞാൻ ഓണർഷിപ്പ് എടുത്തിട്ട് പറയില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ കമൻസ് കാണുന്ന സമയത്ത് വി നോ ലോട്ട് ഓഫ് കണ്ടസ്റ്റൻസ്. കുറേ കമൻസ് കാണുമ്പോൾ വി നോ ആരുടെങ്കിലുമൊക്കെ PR ആണോ നെഗറ്റീവായിട്ട് എഴുതുന്നത് നമുക്കൊരു തോട്ട് വരാറുണ്ട്. പക്ഷേ ആര്യൻ്റെ അടുത്ത് നടന്നത് ഫെയർ അല്ല. കാരണം നമ്മളെല്ലാവരും പറയും ബിഗ് ബോസ് ടാസ്ക് മാത്രമല്ല എന്ന് പറയും. പക്ഷേ ടാസ്ക് മാത്രമല്ലാണ്ട് തന്നെ ആര്യൻ വാസ് ഡൂയിങ് എവറിത്തിങ്. കിച്ചണിലായിക്കോട്ടെ, ലൈക്ക് ഫ്ലോർ ടാസ്ക് ആയിക്കോട്ടെ, വാഷ്റൂം ഏരിയ ടാസ്ക് ആയിക്കോട്ടെ, എല്ലാം ഒട്ടും കംപ്ലയിൻറ്റ് ചെയ്യാണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. സോ ലിറ്ററലി ഐ ബിലീവ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. അല്ല, ഇന്നും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇന്നും സദാചാരം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിന്റെ ഇടയിലുണ്ട്. എടുത്തു പറയുന്നത് തന്നെ ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും കേസ് നമ്മൾക്ക് എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി മൊത്തം ഇത്രത്തോളം പുരോഗമനം ഉണ്ടായെന്ന് പറഞ്ഞാലും പോലും ഇപ്പോഴും അവൻ ഒന്ന് ഫ്ലൈറ്റ് ഇപ്പോൾ 10:15 ലാൻഡ് ചെയ്യും. ഒന്ന് സണ്ണിനോട് വരാൻ പറഞ്ഞു. ഞാനിവിടെ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. സണ്ണിനോട് വരാൻ പറഞ്ഞു. ഓക്കെ, ഇത്രത്തോളം പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും അവിടെ ബിഗ് ബോസിൽ ഇപ്പോഴും ഇന്ന് നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ആളായിരുന്നു ഇതിനെതിരെ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തത്. ആള് ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ? No, because Aryan as an individual and Giselle as an individual, അവർ രണ്ടുപേരും they had a great bond. And അത് കാണുന്ന കാഴ്ചപ്പാട് റോങ് രീതിയിലാവുന്നത് അത് ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ്. ആര്യനെ അറിയുന്ന എല്ലാ ആൾക്കാരും ജിസേലിനെ അറിയുന്ന എല്ലാ ആൾക്കാരും ട്രൂലി റെസ്പെക്ട് ദ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ ബോണ്ട്. അപ്പോൾ അതിനൊരു ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവങ്ങളൊന്നും ഡെഫിനറ്റ്ലി നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെയും കൂടെ എഫക്റ്റ് ചെയ്യും. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുമോളുടെ കാര്യമായാലും ഇപ്പോൾ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ആൾ കളിക്കുന്നതായാലും ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായാലും ആൾ പറയുന്നൊരു നന്മ ഗെയിം എന്ന് പറയുന്ന രീതിയിലായാലും ഇപ്പോൾ ആരിനെന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയാൽ ആളങ്ങനെ ചെയ്യരുത്, ഒരു വീട്ടമ്മയെ പോലെ പെരുമാറുന്നുള്ളൊരു ഓരോ ആൾക്കാർക്ക് ഓരോ രീതി ഓഫ് ഗെയിം പ്ലാൻ ഉണ്ട്. ആര്യനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നങ്ങൾ അവൻ ഉണ്ടായിട്ട് പോലും അവൻ അതൊന്നും മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിവെഞ്ചോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിംസെൽഫ് അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാൾ. അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എവിക്റ്റഡ് ആകുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഷോക്ക്. ബിക്കോസ് ഹി വാസ് ദ ബെസ്റ്റ്, ഹി വാസ് ബീങ് വെരി റിയൽ. ആദ്യം മുതൽ ഇപ്പോൾ ലീവ് ചെയ്യുന്ന വരെ അവൻ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു. അറുപൻ തന്നെ എത്തിയോ? അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ ഇപ്പോൾ ബസാബുമൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നില്ല, നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നില്ല. ഏത് രീതിയിലാണ് ആളവിടെ നിൽക്കുന്നത് പോലും നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഏഷ്യനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറിലും ബിഗ് ബോസിന്റെ റീൽസിന്റെ അടിയിൽ പോയി ചോദിക്കണം. കാരണം ഇതിനുള്ള ഉത്തരം നമ്മളും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അല്ല, ഏതൊരു എപ്പിസോഡ് വരുമ്പോഴും ആര്യൻ്റെ ഒരു കോണ്ടന്റ് എപ്പോഴും നമ്മൾ എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നതുമാണ് ഏത് ദിവസമായാൽ പോലും. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളുടെ ഒന്നും നമ്മൾ കാണാറുമില്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ആളുകൾക്ക് ബിഗ് ബോസിന് ഇപ്പൊ ആര്യൻ ഇസ് എ ലൈഫ് ഓഫ് ബിഗ് ബോസ് ഹൗസ്. ആര്യൻ ഉള്ളപ്പോൾ കണ്ടന്റ് ഇസ് ബീൻ റിയലി ലൈവ്ലി. നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ ചിരിക്കാൻ ഇഷ്ടം തോന്നും ആ
കണ്ടന്റ്. ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് മതിയായിട്ടുണ്ടാവും. അത് ആര്യന് വന്നപ്പോൾ മുതലുള്ള എപ്പിസോഡിലൊക്കെ ആര്യന് ഒരു പക്വത ഇല്ലാത്തൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് അവന് കളിയാക്കുന്നത്. 23 വയസ്സായിട്ട്. അതെ, പക്ഷെ ഇപ്പൊ നല്ല മെച്ചുവർഡ് ആയിട്ട് അതെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കൂടെ ഇതാവുമല്ലോ. അപ്പോൾ അപ്പോൾ ഒരു 23-year-old ബോയ് ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്താക്കാം, അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ബെസ്റ്റ് രീതിയിലാണ് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ബെസ്റ്റ് അല്ലായിരിക്കും വേണ്ടത്. ഇനിയിപ്പോൾ ടോപ്പ് 5 ആരൊക്കെ വരുമെന്നാണ്? ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ പോയോ ടോപ്പ് 5 ആവില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിലത്തെ ടോപ്പ് 3 ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ PR-ഉം എല്ലാതും വെച്ചിട്ട് അനുമോൾ ഉണ്ടാവുമായിരിക്കും. അല്ല, PR കൊണ്ട് മാത്രമാണ് അനുമോൾ ഉണ്ടാവുക. ഞാൻ ബിക്കോസ് എന്താ സംഭവം അത് ഞാൻ പറയില്ല. ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും കമൻറ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇപ്പോൾ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. പക്ഷേ ഞാൻ വേറൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച്